എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിലേക്കാണ്. ടോക്കിയോയിൽ ഏകദേശം 14 ദശലക്ഷം ജനങ്ങളാണ് വസിക്കുന്നതെന്നാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. ടോക്കിയോയിലെ ഷിൻജുക്കു എന്ന സ്ഥലത്തേക്കാണ് ആദ്യം ഞങ്ങൾ പോയത്. ഷിൻജുക്കു വളരെ മനോഹരമായ സ്ഥലമാണ്. തിരക്കേറിയ നഗരജീവിതവും ശാന്തമായ പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന ഒരിടം. ഉയരമുള്ള കെട്ടിടങ്ങളും മനോഹരമായ പൂന്തോട്ടങ്ങളും രാത്രിയിലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളും ഷിൻജുക്കുവിൻ്റെ പ്രത്യേകതകളാണ്. കൂടാതെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനായ ഷിൻജുക്കു സ്റ്റേഷനും ഇവിടെയാണ് ഉള്ളത്. ഷിൻജുക്കുവിൽ തന്നെ കബൂക്കിച്ചോ എന്നൊരു സ്ഥലമുണ്ട്. ഇത് രാത്രിയിൽ വിനോദങ്ങൾക്കും പേരുകേട്ട സ്ഥലമാണ്. മാത്രമല്ല ധാരാളം റെസ്റ്റോറൻറ്റുകളും ബാറുകളും ഇവിടെ കാണാം. രാത്രിയുടെ ഊർജ്ജസ്വലതയും ആകർഷകമായ വെളിച്ച സംവിധാനങ്ങളും കിബൂക്കിച്ചോന് പ്രത്യേക ഭംഗി നൽകുന്നു. ഈ റെയിൽവേ അണ്ടർ പാസേജ് കടന്ന് നമ്മൾ ചെല്ലുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയും റോഡ് ക്രോസിംഗുമായ ഷിബുയ ക്രോസിംഗ് കാണാനാണ്. ഇതാണ് ഷിൻജുക്കു എന്ന സ്ഥലം. ഞങ്ങളിവിടെ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഷിൻജുക്കു എന്ന സ്ഥലത്ത് കാൽനടയായി കുറേ ദൂരം സഞ്ചരിച്ചു. ഇവിടുത്തെ കാഴ്ചകളും ബിൽഡിങ്ങുകളും ലൈറ്റുകളുമെല്ലാം അതിമനോഹരമാണ് കാണാൻ. ഉയരമുള്ള കെട്ടിടങ്ങളും തിരക്കുള്ള നഗരജീവിതവും രാത്രിയിൽ അതിശയിപ്പിക്കുന്ന കാഴ്ചകളും ഷിൻജുക്കുവിൻ്റെ പ്രത്യേകതകളാണ്. വിനോദസഞ്ചാരികളുടെ ഒരു പറുദീസയാണ് ഷിൻജുക്കു. പലതരം റെസ്റ്റോറൻറ്റുകൾ, പബ്ബുകൾ, ഇലക്ട്രോണിക് ഐറ്റംസ് എന്നു വേണ്ട ഈ നഗരത്തിൽ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെയില്ല എന്ന് തോന്നും നമുക്ക് കണ്ടാൽ. ഞങ്ങൾ ഈ വീഥിയിലൂടെ ഇതെല്ലാം കണ്ടു രസിച്ച് കുറേ ദൂരം നടന്നു. പല നഗരവീഥികളിലും റോഡിലൂടെ നടക്കുന്ന ആൾക്കാരെയും റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാരെയും കാണാം. ഇതിൽ ഏറ്റവും പ്രധാനം ഷിബുയ ക്രോസിംഗ് ആണ്. ഇവിടെ ഹച്ചിക്കോ എന്നൊരു നായയുടെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയുണ്ട്. ഇത് ജപ്പാനിൽ നടന്ന ഒരു സംഭവമാണ്. ടോക്കിയോ സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന ഈസാബുറു യുനോയും അദ്ദേഹത്തിൻ്റെ വളർത്തുനായയായ ഹച്ചിക്കോയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണത്. ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പ്രൊഫസറെ യാത്രയാക്കാനും സ്വീകരിക്കാനും ഹച്ചിക്കോ എന്ന നായ ദിവസവും പോയിരുന്നു. ഒരു ദിവസം പ്രൊഫസർ ജോലി സ്ഥലത്ത് വെച്ച് മരിച്ചു. പക്ഷേ ഹച്ചിക്കോ ഇതറിയാതെ അദ്ദേഹത്തിനായി ഊണും ഉറക്കവുമില്ലാതെ വർഷങ്ങളോളം ആ സ്റ്റേഷനിൽ കാത്തിരുന്നു. ഈ കഥ പിന്നീട് സിനിമയായിട്ടുണ്ട്. ഈ സിനിമയുടെ പേര് ഹാച്ചി എ ഡോഗ്സ് ടെയിൽ എന്നാണ്. ഇത് 2009 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സിനിമയാണ്. റിച്ചാർഡ് ഗിയറാണ് ഇതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതും ഒരു റോഡ് ക്രോസിംഗ് ആണ്. പക്ഷേ ഇത് ഷിബുയ ക്രോസിംഗ് അല്ല. ഷിബുയ ക്രോസിംഗിൽ ഏകദേശം 45 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെയാണ് 4 വശത്തുനിന്നുമുള്ള വാഹനങ്ങളെ റെഡ് സിഗ്നലിട്ട് നിർത്തുന്നത്. ഷിബുയ ക്രോസിംഗിൽ ആൾക്കാർ 5 ദിശകളിലായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. ഷിബുയ ക്രോസിംഗ് കാണാൻ വേണ്ടി ഞങ്ങളുടെ വാഹനം പതുക്കെ സിഗ്നൽ ലൈറ്റിനടുത്തേക്ക് നീങ്ങി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു 4-5 വാഹനത്തിന് പുറകിലായപ്പോഴേക്കും സിഗ്നൽ റെഡായി. അതുകാരണം ഞങ്ങൾക്ക് ആ ചാൻസിൽ ഷിബുയ ക്രോസിംഗ് അടുത്ത് കാണാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. പക്ഷേ ഞങ്ങളുടെ നല്ലവനായ ഡ്രൈവർ ഞങ്ങളെ സങ്കടപ്പെടുത്താതെ വീണ്ടും നഗരത്തിലൂടെ ഒരു റൗണ്ട് അടിച്ച് ഷിബുയ ക്രോസിംഗിൻ്റെ അടുത്ത് വന്നു നിന്നു. അത്തവണ അദ്ദേഹം ഞങ്ങളെ നഗരക്കാഴ്ചകൾ മുഴുവൻ കഷ്ടിച്ച് 45 മിനിറ്റ് കാണിച്ചു തന്നു. അപ്പോഴേക്കും രാത്രി നേരം സന്ധ്യ കഴിഞ്ഞു. നഗരത്തിൽ വിളക്കുകളെല്ലാം തെളിഞ്ഞു. ടോക്കിയോ നഗരം രാത്രി കാണുവാൻ അതിമനോഹരമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഷിബുയ റെയിൽവേ സ്റ്റേഷനാണ്. ഇങ്ങനെ സിറ്റിയിലൂടെ റൗണ്ട് അടിക്കുമ്പോൾ ഞങ്ങൾ മറ്റൊരു കാഴ്ച കണ്ടു.
ഇത് സിറ്റി ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തുന്ന ഒരു വാഹന വ്യൂഹമാണ്. അങ്ങനെ ഞങ്ങൾ ഷിബുയ ക്രോസിങ്ങിൻ്റെ മുന്നിലെത്തി. ഇതാണ് ഷിബുയ ക്രോസിംഗ്. ഒറ്റ സമയം 3000-ലധികം ആൾക്കാരാണ് ക്രോസ് ചെയ്യുന്നത്. നോക്കൂ, എത്ര അധികം ആൾക്കാരാണ് ക്രോസ് ചെയ്യുന്നത്, റോഡ് ക്രോസ് ചെയ്യുന്നത്. ഇതാണ് ഷിബുയ ക്രോസിംഗ്. ഞങ്ങൾ വളരെ ആവേശത്തിലാണ് ഇതെല്ലാം കണ്ടത്. ഒരു ദിവസം തന്നെ ഏകദേശം 25 ലക്ഷം പേർ ഈ റോഡ് ക്രോസ് ചെയ്യുന്നു എന്നാണ് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. ഓരോ മിനിറ്റ് ഇടവിട്ടിട്ടാണ് 3000 പേരോളം 5 ഡയറക്ഷനിലായിട്ട് ക്രോസ് ചെയ്യുന്നത്. ഈ ഷിബുയ ക്രോസിംഗ് ജപ്പാനിലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കണ്ടോ, 45 to 50 സെക്കൻഡ് കഴിഞ്ഞു. ഷിബുയ ക്രോസിംഗ് അവസാനിക്കാറായി. ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് ആകും. ഏറ്റവും മുന്നിൽ വണ്ടി കൊണ്ട് നിർത്തി ഞങ്ങൾക്ക് ഈ കാഴ്ച കാണിച്ചു തന്ന ഡ്രൈവറോട് ഞങ്ങൾ നന്ദി പറഞ്ഞു. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ വളരെ ആവേശപൂർവ്വം കാണാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. താങ്ക് യു വെരി മച്ച്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.